തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം.എൽ.എ കൂടി നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് ശ്രീ തിരുവഞ്ചൂർ. ശരിക്കും വലിയൊരു നിർണായക നീക്കം SIT നടത്തിയിരിക്കുന്നു. സ്വർണം 450 ഗ്രാം സ്വർണം കണ്ടെത്തിയിരിക്കുന്നു എന്നാണുള്ള വാർത്ത വരുന്നത്. ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം കേസ് അന്വേഷണമാണ്. ഈ മെറ്റീരിയൽ ഇങ്ങനെ ശബരിമലയിൽ നിന്ന് ഇവിടെ ബെല്ലാരിയിലെത്തി എന്നുള്ള ചോദ്യമല്ലേ? സ്വാഭാവികമായിട്ടും അതിന് മുൻകൈയെടുത്തവർ, അതിന് പ്രേരണ കൊടുത്തവർ, അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും എക്സിക്യൂട്ട് ചെയ്തവർ ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ ആരെയെങ്കിലും പിടിച്ചിട്ടുണ്ടോ? അവർക്കെതിരെ എന്തെങ്കിലും നടപടിയുണ്ടോ? ഇവരിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മെറ്റീരിയൽ കോസ്റ്റിനെ കുറിച്ചാണ്. 1 പവൻ സ്വർണത്തിന് പകരം 1 പവൻ കൊണ്ടുവന്ന തീരില്ലേ? ശബരിമലയിൽ മെറ്റീരിയൽ കോസ്റ്റ് അല്ലാതെ മൂല്യത്തിന്റെ വിലയെക്കുറിച്ചാണ് പറയേണ്ടത്. മൂല്യത്തിന്റെ വില തീരുമാനിക്കണമെന്ന് വരികിൽ അമൂല്യമാണ് എന്നുള്ളതാണ് ഭക്തജനങ്ങൾ പറയുന്നത്. അമൂല്യമായ സാധനം പകരം സ്വർണം കൊണ്ടുവന്നില്ലേ എന്ന് പറഞ്ഞത് കൊണ്ട് തീരുമോ? അതും കിട്ടിയിട്ടില്ല, അതിലേക്ക് എത്തിയിട്ടില്ല. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്, സന്നിധാനത്തിൽ നിന്ന് എങ്ങനെ ഇത് ബെല്ലാരിയിൽ എത്തി എന്നുള്ളത്. അതിന് ഒറ്റ അടിക്ക് ഒറ്റ നടക്ക് തീരില്ലല്ലോ. വിവിധ രൂപങ്ങളിലുള്ള സഹായം കിട്ടിയിട്ടുണ്ട്, വലിയ സഹായം കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് പിൻ പോയിന്റ് ചെയ്യുന്ന അന്വേഷണം നീങ്ങണം. അന്വേഷണം നീങ്ങാത്തിടത്തോളം കാലം സത്യം പുറത്തു വരും എന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നില്ല. ചില പ്രേക്ഷകർ ഇപ്പോൾ ചോദിക്കുന്ന ചോദ്യം, ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും സെക്രട്ടറിയും അങ്ങനെയുള്ള വലിയ ഉന്നത ഉദ്യോഗസ്ഥന്മാരൊക്കെ അറിയാതെ എങ്ങനെയാണ് ഈ സ്വർണ്ണപ്പാളിയിലെ സ്വർണ്ണമൊക്കെ അടിച്ചുമാറ്റി ബെല്ലാരി വരെ എത്തിക്കുന്നതും ഈ സ്വർണ്ണക്കടക്കാരനത് കയ്യോടെ വിലയ്ക്ക് വാങ്ങുന്നതും? 400 ഗ്രാം സ്വർണ്ണമാണല്ലോ ഇപ്പോൾ SIT കണ്ടെത്തിയിരിക്കുന്നത്. അത് കാരണം ഇവരൊന്നും അറിയാതെ ഇതൊക്കെ നടന്നുവെന്ന് വിശ്വസിക്കാൻ നമ്മുടെ പ്രേക്ഷകരോ നാട്ടുകാരോ തയ്യാറല്ല. ശ്രീധരൻ നായർ, ഞാൻ ചോദിച്ച ചോദ്യം അത് തന്നെയാണ് പ്രമുഖമായിട്ട്. കാരണം ഇതൊന്നും അറിയാതെ അങ്ങനെ പോകാൻ പറ്റുമോ? ഇതെന്താ വഴിയമ്പലാണോ? ആർക്കും പോയി എടുത്തോണ്ട് പോകാൻ പറ്റത്തക്ക വിധത്തിലുള്ള വഴിയമ്പലമാണോ? കൈ കിട്ടുന്നത് സഞ്ചിക്കകത്ത് വെച്ചോണ്ട് പോകാൻ പറ്റുന്ന കാര്യമാണോ? അപ്പൊ ഇതിനകത്തൊരു ആസൂത്രണമുണ്ട്. ആസൂത്രണത്തിന്റെ പിന്നിലൊരു ബുദ്ധി കേന്ദ്രമുണ്ട്. അതിൽ ഒളിവിലിരിക്കുന്ന ആളുകളെ കൂടി പുറത്ത് കൊണ്ടുവരണം. അവരാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ആളുകൾ. മറ്റവരൊക്കെ ഓരോ നിമിത്തമാണ്, ഒരു കാര്യം ചെയ്യുന്നതിന് പറ്റിയുള്ള നിമിത്തം മാത്രം. പക്ഷെ യഥാർത്ഥത്തിലുള്ള കള്ളന്മാർ ഇതിന്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുകയാണ്. അവരെ പുറത്തു കൊണ്ടുവരാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ജനങ്ങളുടെ ഈ ചോദ്യത്തിന്റെ യഥാർത്ഥത്തിലുള്ള കാര്യം. ഞാനും ആ ചോദ്യം ചോദിക്കുന്ന ആളാണ്. അങ്ങനെ യഥാർത്ഥത്തിലുള്ള ആളുകളെ, കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരാൻ കഴിയണം. അതല്ലാതെ സ്വർണത്തിന് പകരം സ്വർണം വന്നില്ലേ എന്ന് ചോദിച്ചാൽ മതിയാകുമോ? എവിടെ നിന്നെങ്കിലും സ്വർണം കുറച്ച് മേടിച്ചു കൊണ്ടുവന്ന് ഇവിടെ തല്ലിക്കൂട്ടി ഞങ്ങളിത് സ്വർണം കൊണ്ടുവന്നില്ലേ, പാളി വെച്ചില്ലേ എന്ന് ചോദിച്ചാൽ ഈ പ്രശ്നം അവസാനിക്കുമോ? അത് ശബരിമലയിൽ വീണ്ടും അവഹേളിക്കുന്നതിന് തുല്യമാണ് എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ഓക്കെ, താങ്ക് യു ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. എന്തായാലും 400 ഗ്രാം സ്വർണം SIT അന്വേഷണ സംഘം കണ്ടെടുത്തുവെന്നാണ് വിവരം. ബെല്ലാരിയിലെ ജുവല്ലറി ഉടമ ഗോവർദ്ധനിൽ നിന്നാണ് ഈ സ്വർണം കണ്ടെത്തിയിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പൂറ്റി ഗോവർദ്ധന് വിറ്റു എന്നാണ് ഇപ്പോൾ SIT കണക്കൂട്ടുന്നത്. ഒരുപാട് ചോദ്യങ്ങളുമായി ചോദ്യമുന പലരിലേക്കും നീണ്ടു ചെല്ലുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.